ഇക്കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ ധാരാളം പേർ എന്നോട് വിവോ U20യുടെ ക്യാമറ റിവ്യൂ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ചില ചോദ്യങ്ങളും വിവോ U10ഉമായിട്ട് ഇതിന് ക്യാമറാസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സിമിലാരിറ്റികളുണ്ടോ, അതുപോലെ തന്നെ റെഡ്മി നോട്ട് 8 ഒക്കെ ആയിട്ട് ടക്കി പിടിച്ച് നിൽക്കാനുള്ള ഒരു കോമ്പറ്റീഷൻ ഈ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉത്തരം ലഭിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യൂ. ഈ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്പെക്കുകൾ പറയാം. 16 മെഗാ പിക്സൽ f1.8 പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറകളുമാണ് ഈ ഡിവൈസ് നൽകിയിരിക്കുന്നത്. 3 ക്യാമറകളാണ് പുറകിലുള്ളത്. 16 മെഗാ പിക്സൽ f2.0 സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. സോ എല്ലാം വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പെക്കായിട്ട് തോന്നുന്നു. 5 മേഖലകളിൽ കൂടെ ഈ റിവ്യൂ നമ്മൾ കൊണ്ടുപോകും. ജനറൽ ആൻഡ് വൈഡ് ആംഗിൾ ഫോട്ടോഗ്രാഫി, മാക്രോ ഫോട്ടോഗ്രാഫി, സെൽഫീസ്, പോർട്രേറ്റ്സ്, വീഡിയോസ്. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഡിവൈസിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് അത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിനി സ്ട്രേറ്റ് വീഡിയോയിലോട്ട് പോകാം. ജനറൽ ആൻഡ് വൈഡ് ആംഗിൾ ഫോട്ടോഗ്രാഫി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. നമുക്ക് ആദ്യമേ ജനറൽ ക്യാമറയിലെടുത്തൊരു ഫോട്ടോ കാണാം. ഇത് ജനറൽ ക്യാമറയിലെടുത്തൊരു ഫോട്ടോയാണ്, 16 മെഗാ പിക്സൽ. ഇത് 8 മെഗാ പിക്സൽ വൈഡ് ആംഗിളിലിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. ഇനി നമുക്ക് 2x ഡിജിറ്റൽ സൂമിൽ ഉള്ള ഒരു ഫോട്ടോ കാണാം. 2x സൂം അത്ര നന്നായില്ലല്ലേ? ഇനി നമുക്ക് ആ ഫോട്ടോഗ്രാഫുകൾ ഒന്നും കൂടെ കാണാം. 16 മെഗാ പിക്സൽ ക്യാമറ അത്യാവശ്യം ലൈറ്റുള്ളപ്പോൾ നല്ല പിക്ചേഴ്സ് തരുന്നുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മൾ അത്യാവശ്യം സൂം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ക്വാളിറ്റി ലോസ് ഈ ഡിവൈസിന് ഉണ്ടാകുന്നുണ്ട്. അതൊരു ക്യാമറയുടെ പോരായ്മ തന്നെയാണ്. ഇനി മറ്റ് സാഹചര്യങ്ങളിലോ നേരത്തെ നമ്മൾ കണ്ട ആ രീതി 16 മെഗാ പിക്സൽ ക്യാമറ അത്യാവശ്യം വെളിച്ചമുള്ളപ്പോൾ നല്ല ഫോട്ടോഗ്രാഫുകൾ നൽകുന്നുണ്ട്. പക്ഷേ ഇത് റെഡ്മി നോട്ട് 8ൻ്റെ ഒപ്പം പിടിക്കുമോ? ഒരു കാരണവശാലുമില്ല. റെഡ്മി നോട്ട് 8ൽ അല്പം കൂടെ ഡീറ്റെയിൽസ്, ഷാർപ്പ്നെസ് ലെവൽ എല്ലാം നമുക്ക് ലഭിച്ചിരുന്നു. ചില സമയങ്ങളിൽ ചില ഒബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യാനും ചില ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ടു. എന്നാൽ ഓവറോൾ നല്ലതെന്ന് തന്നെ പറയാവുന്ന റിസൾട്ടുകൾ എപ്പോഴും തന്നെ നൽകി. എന്നിരുന്നാൽ കൂടിയും ചില സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് വെട്ടം കുറയുമ്പോഴേക്കും ഫോട്ടോഗ്രാഫുകളിൽ ചെറിയൊരു ഷെയ്ക്ക് എലമെൻറ്റ്, അതായത് ഫോട്ടോ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പലപ്പോഴും നേരിട്ടു. എന്നാൽ അത്യാവശ്യം വെളിച്ചം വരുന്ന സാഹചര്യങ്ങളിലോട്ട് വരുമ്പോൾ നന്നായിട്ടത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഈ ക്യാമറ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫോക്കസിങ്ങിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് മാനുവൽ മോഡ് ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫുകൾ എടുക്കാം. മാനുവൽ മോഡ് നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. ഓവറോൾ ജനറൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ U10നേക്കാൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെങ്കിലും റെഡ്മി നോട്ട് 8ഉമായിട്ട് ഈ ഡിവൈസിന് പിടിക്കാൻ കഴിയില്ല. കാരണം ഷാർപ്പ്നെസ് ആൻഡ് ഡീറ്റെയിൽസ് ലെവൽസ് എൻ്റെ അഭിപ്രായത്തിൽ കുറവാണ്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം, മാക്രോ ഫോട്ടോഗ്രാഫി. ഈ ഒരു സെഗ്മെൻറ്റ് അത്യാവശ്യം കോമ്പറ്റീഷൻ വരുന്നൊരു സെഗ്മെൻറ്റ് തന്നെയാണ്. മാക്രോ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ വിവോ U20 നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും. കാരണം ഡീറ്റെയിൽ ലെവൽസ് നല്ല സൂപ്പറായിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ മാക്രോ ഷോട്ടുകളിലും. ഇത് മറ്റ് കമ്പനികളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നല്ല ഡീറ്റെയിൽ ലെവൽസ് ഉണ്ട്. റിയൽമി ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, അവരുടെ എല്ലാം 2 മെഗാ പിക്സൽ ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ ഡിവൈസിന് അല്പം കൂടെ ഡീറ്റെയിൽ ലെവലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ചെറിയൊരു കോംപ്രമൈസും കൂടെ ഉണ്ട്. വെട്ടം കുറയുമ്പോഴേക്കും മാക്രോ ഫോട്ടോകളുടെ ക്വാളിറ്റിയും കുറയും. അത് ഈ കമ്പനിക്ക് മാത്രമല്ല, ബാക്കി എല്ലാ ഡിവൈസ് മാനുഫാക്ചേഴ്സിനും ഉള്ളൊരു പ്രശ്നമാണ്. കാരണം എല്ലാ കമ്പനികളും തന്നെ 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയുമായിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. സാംസങ് ഒഴികെ അവർക്ക് 5 മെഗാ പിക്സൽ മാക്രോ ക്യാമറയുണ്ട്. നമുക്കിനി ഒരു ചെറിയ കമ്പാരിസൺ ആയാലോ. ഇത് 16 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയിലെടുത്ത ഫോട്ടോഗ്രാഫാണ്. ഇതേ ലൊക്കേഷനിൽ ഇതേ ലൈറ്റിങ്ങിൽ നമുക്ക് മാക്രോ ക്യാമറയിലൊരു ഫോട്ടോ എടുക്കാം. എത്രമാത്രം ക്ലോസ് ബൈ ആകാൻ പറ്റും? ഇത്രമാത്രം നമുക്ക് ക്ലോസ് ആയിട്ട് പോയി ഫോട്ടോ എടുക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ കളർ, സാച്ചുറേഷൻ, ഡീറ്റെയിൽ എന്നിവയിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോ? അതാണ് മാക്രോ ക്യാമറയ്ക്കുള്ളൊരു ട്രേഡ് ഓഫും എന്നാൽ മാക്രോ ക്യാമറയ്ക്കുള്ള അഡ്വാൻറ്റേജും. നമുക്ക് ഒത്തിരി ക്ലോസ് ബൈ ആവാൻ പറ്റും, പക്ഷേ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ് എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. സെൽഫീസ് എന്ന ഈ സെഗ്മെൻറ്റിൽ ഈ ഡിവൈസ് തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകേണ്ടതാണ്. കാരണം ഈ പ്രൈസിൽ വരുന്ന ഒട്ടുമിക്ക സ്മാർട്ട് ഫോൺസുകൾക്ക് എല്ലാത്തിനും 13 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ. എന്നാൽ ഇതിന് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഉണ്ട്. അതിൻ്റെ വല്ല മെച്ചവുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു 13 മെഗാ പിക്സൽ ക്യാമറ നിന്ന് ലഭിക്കുന്നതിനോട് സമാനമായ റിസൾട്ടുകളാണ് നമുക്ക് സെൽഫീസിൽ ലഭിച്ചത്. നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഈ സെൽഫീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ കഴിയും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ 16 മെഗാ പിക്സലിന് ലഭിച്ച റിസൾട്ടുകൾ. മാന്യമാണ്, യൂസ്ഫുള്ളാണ്, മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുപോലെ തന്നെ
സെൽഫി ലവേഴ്സിന് തീർച്ചയായിട്ടും ഈ സ്മാർട്ട് ഫോൺ എടുക്കാൻ കഴിയും. കാരണം 16 മെഗാ പിക്സൽ ക്യാമറ അത്യാവശ്യം വൃത്തിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഒരു ചെറിയ റിക്വസ്റ്റ്, ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കണ്ടൻറ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് അനിവാര്യമാണ്. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോയാലോ. പോർട്രേറ്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്. ഈ ഒരു കാറ്റഗറിയിൽ വിവോ U20 റെഡ്മി നോട്ട് 8 ഒരു കോമ്പറ്റീഷനേ ആവുന്നില്ല. കാരണം ഇതിൻ്റെ പെർഫോമൻസ് അത്രയും വരത്തില്ല. അത് തന്നെ റെഡ്മി നോട്ട് 8 പോർട്രേറ്റുകൾ നല്ല സൂപ്പർബായിരുന്നു. പക്ഷേ ഈ ഡിവൈസിൽ വരുന്ന പോർട്രേറ്റുകളിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ലെവലിലുള്ള പോർട്രേറ്റുകൾ ലഭിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അൺഈവൻ ബ്ലറിൻ്റെ ഇഷ്യൂ ഒത്തിരി കാണാനുണ്ട്. ഇതിനൊരു 16 മെഗാ പിക്സൽ ക്യാമറ വരുമ്പോൾ, പ്രത്യേകിച്ച് സോണി IMX499 എന്ന് പറയുന്ന സെൻസറൊക്കെ വരുമ്പോൾ നമ്മൾ അല്പം കൂടെ നല്ലൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കും. പക്ഷേ ഇതിന് അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് അൺഈവൻ ബ്ലറിൻ്റെ കാര്യത്തിൽ. അത് വിവോയ്ക്ക് ഇനിയാണെങ്കിലും ഫിക്സ് ചെയ്യാം. പക്ഷേ ആസ് ഓഫ് നൗ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത്ര നല്ല ഒരു പെർഫോമൻസ് അല്ല ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് നൽകുന്നത്. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. വീഡിയോസ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് നമുക്ക് 4ആയിട്ട് ചർച്ച ചെയ്യാം. മൂവിംഗ് ഷോട്ട്, വ്ളോഗിംഗ് ഷോട്ട്, സ്റ്റാൻഡേർഡ് ഷോട്ട്, വൈഡ് ആംഗിൾ ഷോട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. മൂവിംഗ് ഷോട്ടിൽ പ്രധാനമായിട്ടും 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ഡിവൈസിന് EIS ഉണ്ടെങ്കിലും സ്റ്റെബിലൈസേഷൻ അത്ര പോരാ. രണ്ടാമത്, ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് വൈറ്റ് ബാലൻസിലും കോൺട്രാസ്റ്റിലൊക്കെ ഒരു ക്വിക്ക് ഷിഫ്റ്റ് ചിലപ്പോഴൊക്കെ കാണാനുണ്ട്. അതുപോലെ തന്നെ ഒരു ഷേക്കി ഫുട്ടേജാണ് നമുക്ക് പലപ്പോഴും ലഭിക്കുന്നത്. സോ മൂവിംഗ് ഷോട്ടിന് ഈ ഡിവൈസിൻ്റെ ക്യാമറ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇനി ഈ ഡിവൈസിൻ്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്ളോഗിംഗ് ഷോട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്യാപ്ചറിങ് കേപ്പബിലിറ്റീസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഇത് വിവോ U20 സെൽഫി ക്യാം വെച്ചെടുക്കുന്ന ഒരു വിഷ്വലാണ്. ഇതിനൊരു 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സെൽഫി റിസൾട്ട് സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ ഒരു മൂവിങ് വ്ളോഗിംഗ് ഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. നടന്നുകൊണ്ട് സംസാരിക്കുന്നു, ആവറേജ് സ്പീഡാണ്. അതുപോലെ തന്നെ ഒത്തിരി ലൗഡായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ജെർക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ കഴിയും. ഇനി നമുക്ക് ഷാഡോസിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഇച്ചിരി സൺലൈറ്റ് ഉള്ള ഏരിയയിലോട്ട്, എക്സ്പോഷർ ചെറുതായിട്ട് കൂടുന്ന ഏരിയയിലോട്ട് പോകാം. ക്യാമറയുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാലോ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ടറി. ഇനി നമുക്ക് വീണ്ടും ഷാഡോസിലോട്ട് പോകാം. സോ ഓവറോൾ റിസൾട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് റിയൽമി 3 പ്രോയുടെയൊക്കെ ഒരു സെൽഫി ക്യാമെന്ന് കിട്ടിയ അതിനോട് സമാനമായിട്ടുള്ള ഒരു റിസൾട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി അധികം എക്സ്പെക്റ്റ് ചെയ്യാനില്ല. പക്ഷേ ഇതിൻ്റെ ധർമ്മം ഇത് നന്നായിട്ട് നിർവഹിക്കുന്നുണ്ട്. നല്ലൊരു സെൽഫി ക്യാം തന്നെ ഈ ഡിവൈസിലുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. വ്ളോഗിങ് ഷോട്ട്സിന് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഗിംബിളോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു അഡീഷനും കൂടെ ആവശ്യമായിട്ട് വരും. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു. ഓഡിയോ ക്യാപ്ചറിങ് അത്ര പോരായിരുന്നല്ലേ? ഇത് ഒരു ജനറൽ സ്റ്റാൻഡേർഡ് ഷോട്ടാണ്. 16 മെഗാ പിക്സൽ ക്യാമറയിൽ തന്നെ നമ്മളെടുത്തത്. ഇനി ഇതേ ലൊക്കേഷനിൽ ഇവിടെ വെച്ച് തന്നെ എടുത്ത ഒരു വൈഡ് ആംഗിൾ വീഡിയോയും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. തീർച്ചയായിട്ടും മാറ്റമുണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ അല്പം പോയി. സോ ഓവറോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വീഡിയോ ക്യാപ്ചറിങ് കേപ്പബിലിറ്റീസ്. എനിക്ക് സമപ്പ് ചെയ്യാനാണെങ്കിൽ ഇത്രേ പറയാനുള്ളൂ. 11,000 രൂപയ്ക്ക് ഒരു ഡീസൻറ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ തന്നെയാണ് വിവോ U20. പക്ഷേ റെഡ്മിയുടെ അത്രയും വരുമോ? ഇല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം കണ്ടൻറ്റുകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. ഞാൻ തീർച്ചയായിട്ടും ഉത്തരം നൽകും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് ഫോർ നൗ.